ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇതുണ്ടാക്കാനായി നല്ല പഴുത്ത ഞെങ്ങ് കൊള്ളുന്ന അവോക്കാഡോയാണ് എടുത്തിട്ടുള്ളത്. രണ്ടായി കട്ട് ചെയ്ത് ഇതിൻ്റെ കുരുവൊക്കെ എടുത്ത് മാറ്റി ഈ ഫ്രൂട്ടിനെ നമുക്ക് സ്പൂൺ വെച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഏറ്റവും കൂടുതൽ പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ബനാന. അതിലും കൂടുതൽ പൊട്ടാഷ്യം ഈ അവക്കാഡോയിൽ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ. നല്ല പഴുത്ത അവക്കാഡോ ആണെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ പെട്ടെന്ന് ഇതുപോലെ മാഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലോട്ട് ഒരു സവോളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തത്, ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, ചെറിയൊരു കഷ്ണം നാരങ്ങ നീര് പിഴിഞ്ഞത്, നമുക്ക് വേണമെങ്കിൽ തക്കാളിയും കുക്കുമ്പറും ഒക്കെ ഇതിൽ ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. 4 പീസ് ബ്രെഡിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഇത് നമുക്ക് മതിയാവും. പിന്നെ ഈ ബ്രെഡിൻ്റെ 2 വശത്തും നെയ്യ് പുരട്ടി ചെറുതായി ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ഗോതമ്പിൻ്റെ ബ്രെഡാണ് എടുക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ബ്രെഡ് ആദ്യം ടോസ്റ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ പാനിലോട്ട് തന്നെ 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് മുകളിലൂടെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ വിതറി കൊടുത്ത് ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് മാറ്റി വെക്കാം. പിന്നെ ഈ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിലോട്ട് അവക്കാഡോ ഒരു സൈഡിൽ നല്ലത് ഉണക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുട്ടയും കുറച്ച് ലെറ്റസും ഇനി ഇതിന് മുകളിലോട്ട് ഒരു ബ്രെഡ് പീസും കൂടെ വെച്ച് കഴിക്കാം. നമുക്ക് കുറച്ചുകൂടെ ഹെവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോയും കുക്കുംബറും ഒക്കെ സ്ലൈസായി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ വെച്ച് കഴിക്കാം. ഞാനിതിപ്പം വെറും സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വെറും 5 മിനിറ്റ് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി.